അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖുർആനിന്റെ സൂറത്തുൽ കഹ്ഫിൽ ഒരു ഇൻഷാ അല്ലാഹ് എന്നതിനെ കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ നാളേക്കുള്ള ഒരു കാര്യത്തെയും നിങ്ങൾ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നിങ്ങൾ പറയരുതെന്ന്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. അദ്ദേഹം പറയാൻ മറന്നൊരു വാക്കായിരുന്നു. അദ്ദേഹം 1000-ഓളം ഭാര്യമാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ. അപ്പോൾ അദ്ദേഹം ഒരു രാത്രിയിൽ 100 ഭാര്യമാരെ ഞാൻ ഇന്ന് ഗർഭിണിയാക്കുമെന്ന് അദ്ദേഹം ശപഥം ചെയ്തു. പക്ഷേ അദ്ദേഹം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ ഇതെടുത്ത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ 100 കുട്ടികളെയും അദ്ദേഹത്തിന് അല്ലാഹു കൊടുക്കുമായിരുന്നു എന്നുള്ളത് അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് എന്ത് കാര്യത്തെയും നമ്മൾ ഒരാളോട് പറയുകയാണെങ്കിൽ നാളെ തരാം അല്ലെങ്കിൽ ഇന്ന് തരാം ഇൻഷാ അല്ലാഹ് എന്നുള്ളത് പതിവാക്കുക. വളരെ കൂലിയുള്ള കാര്യമാണ്, വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത്. കാരണം ഇൻഷാ അല്ലാഹ് എന്നുള്ളത് അത്രമാത്രം മൂല്യമുള്ളതാണ്. കാരണം അതിനൊന്ന് പറഞ്ഞൊന്ന് ശീലിച്ചു നോക്കൂ. എല്ലാ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഇൻഷാ അല്ലാഹ് എന്നതൊന്ന് എല്ലാ ജീവിതത്തിലും പതിവാക്കി നോക്കൂ. നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും. വീണ്ടും കാണാൻ നല്ലൊരു ദിവസം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.